നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി MBBSന് ഒരു സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി നടത്തുന്നു. ഒപ്പം തന്നെ വിവിധ സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് കോട്ട വഴി MBBSന് വേക്കൻസി ഉണ്ടെങ്കിൽ അതിനും അലോട്ട്മെൻറ്റ് നടത്താനുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. MBBSനോ BDSനോ BSc നേഴ്സിങ്ങിനോ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് MCCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യ 4 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ഒഴിവ് വന്ന MBBS സീറ്റുകളും BDSൻ്റെ സീറ്റുകളും അതുപോലെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഒഴിവ് വന്ന MBBSൻ്റെയും BDSൻ്റെയും അതുപോലെ നേഴ്സിംഗ് കോളേജുകളിലെ BSc നേഴ്സിങ്ങിൻ്റെയും ഒക്കെ സീറ്റുകളാണ് ഈ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി വഴി ഫില്ല് ചെയ്യുന്നത്. നിലവിൽ ഓൾ ഇന്ത്യ തലത്തിലോ സംസ്ഥാന തലത്തിലോ MBBSനോ BDSനോ ഒരു സീറ്റ് ഹോൾഡ് ചെയ്യാത്ത എല്ലാവർക്കും തന്നെ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ 4ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാത്ത കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി, എത്ര സീറ്റുകളാണ് ഒഴിവുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒഴിവുള്ള സീറ്റുകൾ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിൽ ഒഴിവുള്ള സീറ്റുകളാണിത്. ബാക്കി കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയൊക്കെ സ്റ്റേറ്റ് കോട്ടയിൽ ഒഴിവുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. കേരളത്തിൽ സ്വകാര്യ മേഖലയിലൊക്കെ സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ സീറ്റ് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും കേരള അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുന്നത്. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്ന ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ വേക്കൻസി വന്ന സീറ്റുകളാണ്. ഈ സീറ്റുകൾ MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിൽ ഗവൺമെൻറ് മേഖലയിലെ സീറ്റുകളുണ്ട്. ഓൾ ഇന്ത്യ കോട്ട, ഓപ്പൺ കോട്ട എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് മേഖലയിലെ സീറ്റാണ്. ഡീംഡ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 20 ലക്ഷത്തിനൊക്കെ മുകളിൽ പേയ്മെൻ്റ് ഉള്ള സീറ്റുകളാണ്. ESIയുടെ സീറ്റുകളിലും ST കാറ്റഗറിയിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. ആന്ധ്രാപ്രദേശിൽ ഡീംഡ് കോളേജിലാണ് ഒഴിവുള്ളത്. ആസാമിൽ പക്ഷേ ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് കോളേജിൽ SC കാറ്റഗറിക്ക് ഒരു ഒഴിവുണ്ട്. ബീഹാറിൽ ESIയുടെ കോളേജിൽ ST കാറ്റഗറിക്ക് ഒരു ഒഴിവുണ്ട്. ഓൾ ഇന്ത്യയിൽ ഓപ്പൺ കാറ്റഗറിക്കും ഒഴിവുണ്ട്. ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ OBCക്കാണ് ഒഴിവുള്ളത്. BC എന്ന് പറഞ്ഞാൽ OBC ആണ്. OP എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോട്ട, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. EW എന്ന് പറഞ്ഞാൽ EWS കാറ്റഗറി അനുസരിച്ച്. ഗുജറാത്തിൽ 3 സീറ്റുകളാണ് ഒഴിവുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 2 BC കാറ്റഗറി OBC കാറ്റഗറിയിൽ ഒരു ഒഴിവുള്ളൂ. അതെല്ലാം ഗവൺമെൻറ് മേഖലയാണ്. ഹരിയാനയിലും ഗവൺമെൻറ് മേഖലയിലാണ് EWS കാറ്റഗറിയിൽ ഒരു ഒഴിവ്. ജമ്മു എയിംസിൽ SC കാറ്റഗറിയിൽ ഒരു ഒഴിവുണ്ട്. അതുപോലെ തന്നെ ജമ്മുവിൻ്റെ ഓൾ ഇന്ത്യ കോട്ട വഴിയും SC കാറ്റഗറിയിൽ മറ്റൊരു ഒഴിവുണ്ട്. കർണാടകത്തിലാണ് കൂടുതൽ വേക്കൻസികളുള്ളത്. കർണാടകത്തിൽ നമുക്കറിയാം ഡീംഡ് കോളേജുകൾ കൂടി കൂടുതലുള്ളത് കൊണ്ടാണ് കൂടുതൽ സീറ്റുകൾ അവിടെ വേക്കൻറ്റ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് മേഖലയിൽ ഒഴിവുള്ളത് ചിത്രദുർഗയിൽ ഒഴിവുണ്ട്. ESI മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ ഒഴിവുണ്ട്. അതുപോലെ ഘടക് മെഡിക്കൽ കോളേജുകളിൽ ഒഴിവുണ്ട്. ഡീംഡ് കോളേജുകളിലും 6 സീറ്റോളം ഒക്കെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഒഴിവുള്ളത്. കേരളത്തിൽ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ഓപ്പൺ കാറ്റഗറിക്ക് ഒരു സീറ്റ് ഒഴിവുണ്ട്. കേരളത്തിലാകെ ഒരു ഒഴിവ് മാത്രമാണ് ഓൾ ഇന്ത്യ തലത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒഴിവുണ്ട്. മഹാരാഷ്ട്രയിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതലും ഡീംഡ് കോളേജുകളിലാണ്. പോണ്ടിച്ചേരിയിൽ ഓൾ ഇന്ത്യ കോട്ട വഴി SC കാറ്റഗറിയിൽ ഒഴിവുണ്ട്. ബാക്കിയുള്ളത് ഡീംഡ് കോളേജുകളാണ്. തമിഴ്നാട്ടിൽ ഡീംഡ് കോളേജുകളിൽ ഒഴിവുണ്ട്. അതുകൂടാതെ ഓൾ ഇന്ത്യ കോട്ട വഴി ഒഴിവുള്ളത് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ EWS കാറ്റഗറിയിൽ ഒരു ഒഴിവുണ്ട്. പിന്നെ ഉത്തർപ്രദേശിലാണ് ഒഴിവുള്ളത്. തമിഴ്നാട്ടിലും ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. പിന്നെ ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ മൊത്തം 67 സീറ്റുകളാണ് MBBSന് ഒഴിവുള്ളത്. ഇത് കൂടാതെ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച BDSൻ്റെയും BSc നേഴ്സിങ്ങിൻ്റെയും വേക്കൻസി സീറ്റുകളും ഈ സ്പെഷ്യൽ സ്ട്രേയിൽ ഫില്ല് ചെയ്യും. ഇതിൻ്റെ ഷെഡ്യൂൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുവരെയും ഈ അലോട്ട്മെൻറ്റുകളിലൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ അടച്ച് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ 21-ാം തീയതി 12 മണി വരെയാണ് നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം. 20-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലോക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. 23-ാം തീയതി അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ 31-ാം തീയതിക്കുള്ളിൽ കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം.
അപ്പോൾ നമ്മൾ ഓൾറെഡി എങ്ങും സീറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ അലോട്ട്മെൻറ്റിൽ നമ്മളെ പങ്കെടുപ്പിക്കുകയുള്ളൂ. വീണ്ടും വേക്കൻസി ഉണ്ടെങ്കിൽ മറ്റൊരു അലോട്ട്മെൻറ്റ് നടത്തുകയും ജനുവരി 3-ാം തീയതി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ഒഴിവുള്ള ഈ 67 MBBS സീറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ mcc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാം. എന്തൊക്കെയാണ് സ്പെഷ്യൽ സ്ട്രേയുടെ വ്യവസ്ഥകൾ കൂടി നമുക്ക് നോക്കാം. MBBSൻ്റെ സ്പെഷ്യൽ സ്ട്രേയിൽ നമുക്കറിയാം ഓൾറെഡി ഏതെങ്കിലും ഒരു സീറ്റ് എടുത്തു നിൽക്കുന്നവർക്ക് 4 അലോട്ട്മെൻറ്റാണ് നടത്തിയത്, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്. അതുപോലെ സ്റ്റേറ്റിൽ 4 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഏതെങ്കിലും സീറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്നവർക്ക് പറ്റില്ല. അതുപോലെ 4 അലോട്ട്മെൻറ്റുകളിൽ ഓപ്ഷനൊക്കെ കൊടുത്തു, സ്റ്റേറ്റിലും ഓൾ ഇന്ത്യയിലൊക്കെ കൊടുത്തു. ഇതുവരെ ഒരു സീറ്റും കിട്ടിയിട്ടില്ലാത്തവർക്കെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യാം. നീറ്റിൻ്റെ 2025 ഓൾ ഇന്ത്യ റാങ്കിലുള്ള MBBSന് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ കൊടുത്ത ചോയ്സുകളൊന്നും നിലനിൽക്കുന്നില്ല. ഈ സ്പെഷ്യൽ സ്ട്രേയിൽ പങ്കെടുക്കണമെങ്കിൽ എല്ലാവരും പുതിയതായിട്ട് അവരുടെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ അടച്ചത് തന്നെ മതിയാകും. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്ട്രേ വഴി നിങ്ങൾക്ക് അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് കൗൺസിലിനെ അറിയിക്കുകയും സ്റ്റേറ്റിൽ പിന്നീട് സ്റ്റേറ്റിൻ്റെ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി നിങ്ങളെ പങ്കെടുപ്പിക്കുകയില്ല. അതുപോലെ നമ്മൾ ഓൾറെഡി ഈ അലോട്ട്മെൻറ്റുകളിലൊന്നും ഒരു സീറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മളെ സ്പെഷ്യൽ സ്ട്രേയിൽ പരിഗണിക്കുകയുള്ളൂ. ഇനി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി MBBSന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഡിസംബർ 20 മുതൽ 25-ാം തീയതി വരെ മറ്റൊരു അലോട്ട്മെൻറ്റ് നടത്തും. അത് കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റ് വഴി കേരളത്തിൽ ഒഴിവുള്ള സീറ്റുകൾ, നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ മഞ്ചേരിയിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. ഇത് കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ MBBSന് ഒഴിവുണ്ടെങ്കിൽ ഡിസംബർ 20 മുതൽ 25 വരെ ഒരു സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി നടത്തുന്നുണ്ട്. അത് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഡിസംബറിൽ 20-ാം തീയതിയോടുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുകയും ചെയ്യും. നമുക്കറിയാം നീറ്റ് 2025 മെയ് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിട്ട് ഏതാണ്ട് 7ഓളം മാസങ്ങൾ പിന്നിടുമ്പോൾ MBBSൻ്റെ വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് ഇനിയും വളരെ തൊട്ടടുത്ത് മാർക്കൊക്കെ കിട്ടിയിരിക്കുന്നവർക്ക് MBBSനോ BDSനോ BSc നഴ്സിങ്ങിനോ ഒക്കെ ഒരു സീറ്റ് കിട്ടാനുള്ള ഏതാണ്ട് അവസാനത്തെ അവസരമാണ്. അപ്പം അർഹരായിട്ടുള്ളവരെല്ലാം നിങ്ങൾ MCCയുടെ സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ 18-ാം തീയതി മുതൽ കേരളത്തിൽ ഉള്ള വേക്കൻസികളെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസംബർ 20-ാം തീയതി അറിയാൻ സാധിക്കും. അത് നിങ്ങൾ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയും ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ MBBSൻ്റെയും BDSൻ്റെയും BSc നഴ്സിങ്ങിൻ്റെയും അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ 18-ാം തീയതി മുതൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലൂടെ ഫില്ല് ചെയ്യുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.